മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടെന്ന് പറയും. ഇതുവരെ ആരും കേൾക്കാത്ത. ഞെട്ടിക്കുന്ന സംഭവമല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം നമ്മളിപ്പോൾ കേൾക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരപ്രവർത്തകർ മുംബൈയിൽ പ്രധാനപ്പെട്ട 4-5 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. കുറേ ആളുകൾ 166 പേര് കൊല്ലപ്പെട്ടു, 300ഓളം ആളുകൾക്ക് പരിക്കേറ്റു. അതിൻ്റെ സൂത്രധാരനായ റാണയെ പിടികൂടി. അതാണല്ലോ ഇപ്പോൾ വീണ്ടും ഈ മുംബൈ ഭീകരാക്രമണം വീണ്ടും ചർച്ചയാവാൻ കാരണം. പക്ഷേ അതിൻ്റെ പിന്നിൽ അതിഭീകരമായ ചില ഗൂഢാലോചനകളുണ്ട്. ഈ ഗൂഢാലോചനകൾ സംശയിക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ആഭ്യന്തര വകുപ്പിൻ്റെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി. RVS മണി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഹിന്ദു ടെറർ ഇൻസൈഡർ അക്കൗണ്ട് ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ആഭ്യന്തര വകുപ്പിലെ അകത്തുള്ള ഒരാൾ ഹിന്ദു ടെററിനെ കുറിച്ച് 2006-2010 കാലത്ത് നടന്ന ഹിന്ദു ടെറർ എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ചുള്ള അകത്തുള്ള ഒരാൾക്ക് പറയാനുള്ളത് എന്ന പേരിൽ ഒരു പുസ്തകം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ പല ചാനലുകളും വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ആധാരമാക്കുന്നു. രണ്ടാമത് പി ചിദംബരം, മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ, ഭീകരാക്രമണം നടക്കുമ്പോൾ ശിവരാജ് പാട്ടീലാണ് ആഭ്യന്തരമന്ത്രി. ഭീകരാക്രമണം 2008 നവംബർ 26 നടന്നു. 30-ാം തീയതി ശിവരാജ് പാട്ടീൽ രാജിവെച്ചു. റോമ നഗരം കത്തിയപ്പോൾ വീണ വായിച്ച നീറോയെ പോലെ മുംബൈയിൽ ഭീകരാക്രമണം നടന്നപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന പേരിലാണ് ശിവരാജ് പാട്ടീൽ രാജിവെച്ചത്. അതേ തുടർന്ന് 2008 ഡിസംബർ 11 പി ചിദംബരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമുക്ക് തുടങ്ങാം. അതും പാർലമെൻറ്റിലെ കാര്യങ്ങളും RVS മണിയുടെ വെളിപ്പെടുത്തലുകളുമാണ് നമ്മളിപ്പോൾ പറയുന്ന പോയിന്റുകളുടെ ആധികാരികത. ആരെങ്കിലും ഈ പറയുന്നതിന് എന്തെങ്കിലും ആധികാരികതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഒന്നാമത് ഞാൻ കൺക്ലൂഷൻ പറയട്ടെ, ഷോക്കിംഗ് ആയ കാര്യം ആദ്യം തന്നെ പറയാം. അതായത് മുംബൈ ഭീകരാക്രമണം ഇന്ത്യൻ സർക്കാരിലെ ചിലരും കോൺഗ്രസ് പാർട്ടിയും പാകിസ്ഥാൻ ISIയും ചേർന്ന് നടത്തിയതാണ്. ഞെട്ടിയ ഭയങ്കരമായിട്ട് ഞെട്ടും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ചില ആളുകളും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടിയിലെ ചിലരും രാജ്യത്തിൻ്റെ ശത്രുക്കളായ പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയും ചേർന്ന് നടത്തിയ ഓപ്പറേഷൻസാണ്. ഒരു ഷോക്കിംഗ് ന്യൂസ് അല്ലേ? ഷോക്കിംഗ് ന്യൂസാണ്. എന്താണ് തെളിവെന്ന് ചോദിച്ചതിനാണ് രണ്ട് പ്രധാനപ്പെട്ടത്. ഒന്ന് പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ, രണ്ട് RVS മണിയുടെ വെളിപ്പെടുത്തലുകൾ. ആദ്യം നമുക്ക് ചിദംബരത്തിൽ ആരംഭിക്കാം. 2008 ഡിസംബർ 11 പാർലമെൻറ്റിൽ സുവോമോട്ടോ ആയിട്ട്, സുവോമോട്ടോ എന്ന് പറഞ്ഞാൽ സ്വമേധയാ ആഭ്യന്തരമന്ത്രി പറയുന്നു. ചോദ്യങ്ങളുടെ മറുപടിയല്ല, സ്വമേധയാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുന്നു നവംബർ 26 ഭീകരാക്രമണം നടന്നത്. തലേന്ന് ഒരു യാനത്തിൽ, ഒരു മോട്ടോർ ബോട്ടിൽ കുറച്ചാളുകൾ ഇന്ത്യൻ സമുദ്രമേഖലയിലേക്ക് പാകിസ്ഥാൻ വാട്ടേഴ്സിൽ നിന്ന്, പാകിസ്ഥാൻ്റെ കടൽ പ്രദേശത്ത് നിന്ന് വരുന്നതായി നമ്മുടെ നേവി കണ്ടെത്തിയിരുന്നു. പറഞ്ഞാരാണ്? ആഭ്യന്തരമന്ത്രി. കോൺഗ്രസിൻ്റെ ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ സ്വമേധയാ പറഞ്ഞു പാകിസ്ഥാൻ വാട്ടേഴ്സിൽ നിന്ന് സംശയകരമായ ഒരു സമുദ്രയാനം ഇന്ത്യൻ വാട്ടേഴ്സിലേക്ക് വരുന്നതായി ഇന്ത്യൻ നേവി കണ്ടെത്തിയിരുന്നു. പിന്നീട് അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നീട് അതിൻ്റെ നിരീക്ഷണം ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും അവസാനിപ്പിച്ചു. നിരീക്ഷിക്കേണ്ടെന്ന് വെച്ചു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുരക്ഷാ ഏജൻസിയാണല്ലോ കോസ്റ്റ് ഗാർഡ്, സുരക്ഷാ ഏജൻസിയും ആക്രമിക്കാനുള്ളതുമാണല്ലോ നേവി. ഇപ്പം നമ്മളൊരു ATM സെൻറ്റർ, ATMൻ്റെ ഭാഗത്ത് ഒരു സെക്യൂരിറ്റി ഗാർഡ് ഇരിക്കുകയാണ്. അത് നോക്കുമ്പോൾ കുറേ പേര് ആ ATMനെ ചുറ്റിപ്പറ്റി കുറച്ച് പമ്പി പരുങ്ങിയൊക്കെ നിൽക്കുന്നു. നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പോട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ പോയി കിടന്നുറങ്ങുമോ? ഇല്ലല്ലോ. അപ്പം നമ്മുടെ സൈന്യവും കോസ്റ്റ് ഗാർഡും ഇങ്ങനെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പാകിസ്ഥാനിൽ നിന്ന് ഒരു സമുദ്രയാനം ഇന്ത്യൻ മേഖലയിലേക്ക് വരുന്നു എന്ന് കണ്ടാൽ അവർ നിർത്തില്ല. അവരത് എന്താണ് വീണ്ടും സംഭവിക്കുന്നതെന്ന് തുടർന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ആഭ്യന്തരമന്ത്രി പറയുന്നു അവർ പിന്നീട് നിരീക്ഷിച്ചില്ല. അപ്പോൾ രണ്ട് കാരണങ്ങളുണ്ടാണ് നിരീക്ഷിക്കാതെ പോകുന്നത്. ഒന്ന്, അവർക്ക് ഏതെങ്കിലും ചുമതല ഏൽപ്പിച്ചിരിക്കാം. ഒരു മെസ്സേജ് പോകുന്നു, നിങ്ങൾ ഇന്നടത്തൊരു സംഭവമുണ്ട്, യു ഗോ ദെയർ എന്ന് പറഞ്ഞ് റീഡിപ്ലോയ് ചെയ്തിരിക്കാം, അല്ലേ?
അല്ലെങ്കിൽ അവരോട് പറഞ്ഞിരിക്കുന്നു മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞിരിക്കാം. കോസ്റ്റ് ഗാർഡിനും നേവിക്കും അങ്ങനെ ഒരു മെസ്സേജ് പോയില്ലെങ്കിൽ പാകിസ്ഥാൻ വാട്ടേഴ്സിൽ നിന്ന് ഇന്ത്യൻ വാട്ടേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു യാനത്തിൻ്റെ നീക്കം കണ്ടിട്ടും എന്തുകൊണ്ട് നേവി ആൻഡ് കോസ്റ്റ് ഗാർഡ് തടഞ്ഞില്ല? അപ്പോൾ മുകൾ തട്ടിൽ നിന്നായിരിക്കില്ല നിർദ്ദേശം? അത്യുന്നതങ്ങളിൽ നിന്ന് ഒരിടപെടൽ പോയിട്ടുണ്ട് ആണല്ലോ. അല്ല, സീനിയേഴ്സ് ഒരു ഇടപെടാതെ നേവിയും കോസ്റ്റ് ഗാർഡും പിന്തിരിയില്ല. അപ്പോൾ ഏതോ ഒരു സീനിയർ ഇടപെടൽ നടന്നിട്ടുണ്ട്. ഒന്നാമത് ഇത് പാർലമെൻറ്റിൽ ചിദംബരം പറഞ്ഞ വസ്തുതയാണ്. രണ്ടാമത്തത്, ഇനി നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അവർ വന്നിറങ്ങിയത്, ബോട്ടിൽ വന്നിറങ്ങിയത് കോളിവാഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. കോളിവാഡ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈയിലെ ഒരു മത്സ്യബന്ധന ഗ്രാമമാണ്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ തിങ്ങി പറക്കുന്ന സ്ഥലം. അവിടെ ഏതാണ്ട് വൈകുന്നേരത്തിനടുത്ത സമയത്ത് ഇവർ വന്നിറങ്ങുന്നു. അപ്പോൾ ഇവരുടെ കയ്യിൽ യന്ത്രത്തോക്ക്, ഗ്രനേഡുകൾ, ബോംബുകളൊക്കെ ഉണ്ട്. എല്ലാവരുടെ കയ്യിലും വലിയ ലഗേജുകളുണ്ട്. വലിയ ലഗേജുകളുമായിട്ട് ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ 10 പേർ വന്നിറങ്ങുന്നു. അവിടെ ആർക്കും ഒരു സംശയം തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ ആരാ എന്താന്ന് ചോദിക്കും. അതെ. പക്ഷേ ആ ഗ്രാമത്തിലൂടെ ഇവർ നടന്ന് മുന്നോട്ട് പോയി. ഒരാളും അവരോട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചില്ല, ഒരാളും അവരെ തടഞ്ഞില്ല. അപ്പോൾ ആരാണ് ആ മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തത്? അവരെ അവിടെ ആരെങ്കിലും സ്വീകരിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ അപരിചിതരായ ഒരാൾ വരുമ്പോൾ അവരോട് ആരും ഒന്നും ചോദിക്കാതിരിക്കണമെങ്കിൽ അവരെ റിസീവ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം. അവരുടെ കൂടെ പോകുമ്പോൾ പിന്നെ ആരും ചോദിക്കില്ല. അല്ലാതെ അപരിചിതരായ കുറച്ച് ആളുകൾ ഒരു ബോട്ടിൽ വലിയ ലഗേജ് ഇട്ട് വരും. അപ്പോൾ ഇന്ത്യക്ക് മീൻ പിടിക്കാൻ പോയവരല്ലെന്നറിയാം. അതെ. അപ്പോൾ നല്ല വേഷമൊക്കെ ധരിച്ച് വലിയ ബാഗുകളൊക്കെ ബാക്ക് പാക്കും ഒക്കെ തൂക്കി വരുമ്പോൾ ആളുകളെയും ഇവർ കടലിൽ നിന്ന് എങ്ങനെ വന്നതാ, ഇത്ര ടൂറിസ്റ്റുകളെ പോലെ എങ്ങനെ വന്നു എന്നുള്ള സംശയം ഉണ്ടാവും. അതുണ്ടായില്ല. അപ്പോൾ സംബടി ആരോ കോളിവാഡ മത്സ്യബന്ധന വില്ലേജിൽ ഇവരെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ലോക്കൽ സപ്പോർട്ട് അവർക്ക് കിട്ടി എന്നുള്ള ഉറപ്പ്. അവിടെ നിന്ന് അവർ കൊളാബയിൽ നിന്നാണ് അവർ നേരെ റെയിൽവേ സ്റ്റേഷൻ, താജ് ഹോട്ടൽ, ട്രൈഡൻറ്റ് എന്ന് തുടങ്ങിയ വിവിധ ഡെസ്റ്റിനേഷനുകളിലേക്ക് പോകുന്നത്. എങ്ങനെ പോകും? വാഹന സൗകര്യം വേണം അവർക്ക്. കടലിൽ നിന്ന് വരുന്നവർക്ക് എവിടുന്ന് വാഹന സൗകര്യം? 4 കാറുകൾ അവർക്ക് ലഭ്യമാക്കിയിരുന്നു. ആരേർപ്പാടാക്കി? അപ്പോൾ 4 കാറുകൾ അവർക്ക് വേണം. അത് വേണം എന്ന് പറഞ്ഞിട്ട് ഏർപ്പാടാക്കി ഇവരെ സഹായിച്ചത് ആരാണ്? ചോദ്യമില്ല. അജ്മൽ കസബിനെ തുക്കാറാം ഓംള എന്ന് പറയുന്ന ASI, മുംബൈ പോലീസിലെ ASI സ്വന്തം ജീവൻ ബലി കൊടുത്ത് പിടിച്ചു. നമ്മൾ ഇന്നലെ വീഡിയോ പറഞ്ഞു. അതെ. പിടിച്ചു കഴിഞ്ഞ് ചോദ്യം ചെയ്തപ്പോൾ ഈ അജ്മൽ കസബ് പറഞ്ഞു, എനിക്ക് പ്രാദേശികമായ സഹായം കിട്ടിയിരുന്നു, ഞങ്ങളെ അവിടെ ആൾ സഹായിച്ചു എന്ന് പറഞ്ഞു. ഈ മൊഴി രേഖപ്പെടുത്തിയില്ല. എന്തുകൊണ്ട്? ആര് പറഞ്ഞിട്ട്? നിഗൂഢമാണല്ലോ. നിഗൂഢമാണ്. ഈ മൊഴി അന്വേഷണ ഏജൻസി അത് വിശ്വസിച്ചില്ല, അത് ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ മണി ഉണ്ടല്ലോ, നേരത്തെ ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറി RVS മണി അതേക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, അങ്ങനെ ഒരിക്കലും അന്വേഷണ ഏജൻസി ചെയ്യില്ല. ലോക്കൽ സപ്പോർട്ട് കിട്ടിയെന്ന് പാകിസ്ഥാൻ ഭീകരൻ പറഞ്ഞിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന് കേട്ടാൽ അത് അവിശ്വസനീയമാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, നോർത്ത് ബ്ലോക്കിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ ലോക്കൽ ഹെൽപ്പ് കിട്ടി എന്ന് അയാൾ പറഞ്ഞാൽ അത് പരിഗണിക്കണ്ട എന്ന്. നോർത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് ഇരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അതായത് മുംബൈയിൽ ഭീകരാക്രമണം നടക്കുന്നു, ഡൽഹിയിലേക്ക് അലർട്ട് പോയി, ഡൽഹിയിൽ നിന്ന് NSGയെ വിളിക്കാൻ തീരുമാനിക്കുന്നു. NSG വരികയാണ്. NSG പാലം വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ സൈഡിൽ NSG വിമാനത്തിൽ കയറിയിരിക്കുന്നു രാത്രി 11:30 മണിക്ക്. എത്ര മണിക്കൂർ NSG ഇരുന്നറിയാവോ? 4.5 മണിക്കൂർ അവരുടെ ഫ്ലൈറ്റിലിരുന്നു. വിമാനം പൊങ്ങിയില്ല, റെഡി ആയിട്ടിരിക്കുക. അവർ NSG കയറിയിരിക്കുകയാണ് ഫ്ലൈറ്റിൽ. വിമാനത്തിൽ മുംബൈയിലേക്ക് പറക്കാൻ വേണ്ടി NSG കമാൻഡോകൾ രാത്രി 11 മണിക്ക് പാലം ടെക്നിക്കലിൽ വിമാനത്തിൽ കയറിയിരിക്കുന്നു. പക്ഷേ അവർക്ക് കിട്ടിയ മെസ്സേജ് എന്താണെന്നറിയോ? വെയിറ്റ്, മിനിസ്റ്റർ വിൽ ലീഡ് യു. നിങ്ങളെ മന്ത്രി ലീഡ് ചെയ്യും. ഏത് മന്ത്രി? ആഭ്യന്തരമന്ത്രി. കമാൻഡോ ഓപ്പറേഷൻ ആഭ്യന്തരമന്ത്രിയാണോ ലീഡ് ചെയ്യുന്നത്? ഞാനൊരു ഇൻ്റർവ്യൂ ഉണ്ടോ, അതിനകത്ത് ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന അന്ന് ആ പർട്ടിക്കുലർ ഡേയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കൺട്രോൾ റൂമിൻ്റെ ചുമതലയുണ്ടായിരുന്ന
RVS മണി പറയുകയാണ്, ആഭ്യന്തരമന്ത്രിയാണോ ലീഡ് ചെയ്യുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ കാർഗിൽ യുദ്ധം ഉണ്ടായപ്പോഴും ഈ ആഭ്യന്തരമന്ത്രി പോകണമായിരുന്നു. പോയിട്ടില്ലല്ലോ, ഇല്ല, ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി പോയിട്ടില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്? അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം അന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ കൺട്രോൾ റൂമിൽ ഇങ്ങനെ വിളികൾ വന്നുകൊണ്ടിരിക്കുക ഡൽഹിയിൽ. പക്ഷേ പൊളിറ്റിക്കൽ ഡിസിഷൻ കിട്ടണം, അവിടെ തീരുമാനം പറ്റുന്നില്ല. ഉടനെ മന്ത്രി പോകുന്നു, കമാൻഡ് ഹൗസ് റെഡി. കമാൻഡ് ഹൗസ് പറക്കുമ്പോൾ മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് വിളി പോയപ്പോൾ അവിടുന്ന് ശിവരാജ് പട്ടേലാണ് ആഭ്യന്തരമന്ത്രി. ശിവരാജ് പട്ടേലിൻ്റെ ഓഫീസിലേക്ക് മന്ത്രി വരും എന്ന് പറഞ്ഞ് NSG കമാൻഡോകൾ 11:30 മണി മുതൽ പാലം ടെക്നിക്കലിൽ ഇരിക്കുമ്പോൾ അവർക്ക് പുറപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കൺട്രോൾ റൂമിൽ നിന്നും മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഫോൺ പോകുന്നു. മറുപടി എന്താണെന്നറിയോ? മന്ത്രിജി സോ രഹാ ഹൈ, മന്ത്രിജി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുംബൈയിൽ ആളുകൾ വെടിയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുക, തീവ്രവാദികൾ ഓടി നടന്ന് കണ്ടവരെയൊക്കെ വെടിവെക്കുകയാണ്. അപ്പം മന്ത്രി ഉറങ്ങുകയായിരുന്നു. മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞാൻ വന്നിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. ആഭ്യന്തരമന്ത്രിയാണ്. തീർന്നില്ല, ആഭ്യന്തരമന്ത്രി വന്നില്ലല്ലോ, NSG കമാൻഡോ വന്നില്ലല്ലോ. ബോംബെയിൽ വേറെ സംവിധാനങ്ങളില്ലേ? ഉണ്ട്, ബോംബെയിലുണ്ട്. CISF ഉണ്ട് അവിടെ. CISF എന്ന് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങൾ ടാക്കിൾ ചെയ്യാൻ പരിശീലനം കിട്ടിയവരാണ്. അവർക്ക് വിമാനത്താവളങ്ങൾ സംരക്ഷിക്കുന്നവരാണ്, ഹോട്ടലുകൾ സംരക്ഷിക്കുന്നവരാണ്. വലിയ സ്ഥാപനങ്ങളൊക്കെ CISFൻ്റെ പ്രൊട്ടക്ഷനിലാണ്. നമ്മുടെ എയർപോർട്ടുകൾ ഒക്കെ അവരാ നോക്കുന്നത്. അടിയന്തരമായി NSG വരുന്നവരെ CISFനെ ഒരൊറ്റ ഫോൺ കോളിൽ വിടാമായിരുന്നു. അവിടെ ഡൽഹിയിലെ വിമാനത്താവളങ്ങളിൽ CISF ഉണ്ട്, CISFൻ്റെ ബറ്റാലിയൻസ് ഉണ്ട്. എന്തിന്? രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കൂറ്റൻ സ്ഥാപനത്തിന് കാവൽ നിൽക്കാൻ വേണ്ടി CISFൻ്റെ ബറ്റാലിയൻസ് ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനുകളിലുണ്ടായിരുന്നു CISFൻ്റെ ബറ്റാലിയൻസ്. ഇവരെ ഒന്നും മറ്റവർ വരുന്നതുവരെ നിങ്ങൾ ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കൂ എന്ന് പറഞ്ഞ് അവർ വിദഗ്ധ പരിശീലനം കിട്ടിയിട്ടുള്ള ആധുനിക ആയുധങ്ങളുള്ളവരാണ് CISF. അവരെ അയച്ചില്ല. ഇനി മാത്രമല്ല CRPF ഉണ്ട്. നവി മുംബൈയിൽ CRPFൻ്റെ ബറ്റാലിയനുണ്ട്. ഇതൊരു കേന്ദ്ര ഫോഴ്സാണ്. കേന്ദ്രമന്ത്രിക്ക് NSG കമാൻഡോ ഡൽഹിയിൽ നിന്ന് പറന്ന് മുംബൈയിൽ എത്തുന്നതിനിടയ്ക്ക് അവിടെ ഇവരെ നേരിടാൻ വേണ്ടി CISFനെ വിടാമായിരുന്നു. CRPFൻ്റെ ബറ്റാലിയനെ നവി മുംബൈയിൽ നിന്ന് വിടാമായിരുന്നു. വിട്ടില്ല. സ്വാഭാവികമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. നടക്കട്ടെ, അവിടെ വെടിവെപ്പ് നടക്കട്ടെ, കുറേ പേർ മരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഏറ്റവും അവസാനം പറയുന്നതെന്നറിയോ? അതായത് ആഭ്യന്തരമന്ത്രി പാലം ടെക്നിക്കലിൽ വന്നിട്ട് വരുമ്പോൾ അദ്ദേഹം വസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പിന്നെ വിളിക്കുമ്പോൾ കിട്ടി. വസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്ത് ഉടനെ പോട്ടെ എന്നല്ല പറഞ്ഞത്, അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ വേണമായിരുന്നു. മന്ത്രി അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭീകരരെ നേരിടാൻ പോകാൻ വേണ്ടി ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്ന NSG കമാൻഡോസൊക്കെ നിരന്ന് നിന്ന് ഈ പൊങ്ങന്, ഈ രാജ്യദ്രോഹിക്ക് സല്യൂട്ട് അടിക്കണമായിരുന്നു, ഗാർഡ് ഓഫ് ഓണർ കൊടുക്കണവർ. അതിനുശേഷമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ NSG കമാൻഡോകൾ, നമ്മൾ കണ്ടല്ലോ വിമാനത്തിൽ നിന്ന് തൂങ്ങിയിറങ്ങുന്നവരൊക്കെ, അവർ ഡൽഹിയിൽ നിന്നും മുംബൈയിലെത്തിയത്. അപ്പോൾ 4.5 മണിക്കൂർ NSG വരാതിരിക്കാൻ വേണ്ടി ആഭ്യന്തരമന്ത്രി അനങ്ങിയില്ല. എന്തുകൊണ്ട് CISFനെ, മുംബൈയിൽ തന്നെയുള്ള CISFനെ CRPFനെ വിട്ടില്ല? ഉത്തരം കിട്ടാത്ത ചോദ്യം. തീർന്നില്ല. ഈ 26-ാം തീയതി നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, ഹോം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എവിടെയായിരുന്നറിയാമോ? ഇസ്ലാമാബാദിലായിരുന്നു, പാകിസ്ഥാനിലായിരുന്നു. 25-ാം തീയതി ഇന്ത്യയുടെ, അതായത് നവംബർ 25-ന് ഇന്ത്യയുടെയും പാകിസ്ഥാനിൻ്റെയും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നതർ തമ്മിലുള്ള ഒരു യോഗം ഇസ്ലാമാബാദിൽ വെച്ച് പ്ലാൻ ചെയ്തു. പാകിസ്ഥാൻ ഓർഗനൈസ് ചെയ്തു. പാകിസ്ഥാൻ പറഞ്ഞ് ഞങ്ങളുടെ യോഗം നടത്താം. നവംബർ 25 നമുക്ക് പാകിസ്ഥാനിൽ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട ഹോം ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രധാന ഹോം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇസ്ലാമാബാദിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആ പോകുന്ന പോക്കിൽ ആ ഡെലിഗേഷനിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു വിദ്വാനുണ്ടായിരുന്നു. അയാൾ അവസാന നിമിഷം ഇതിൽ നുഴഞ്ഞു കയറി. ഈ സംഘത്തിൽ അയാളും കയറിപ്പോയി. അയാളുടെ പേര് വരും പിന്നാലെ. എന്തിന്, എങ്ങനെ അയാളെ ആ സംഘത്തിൽ ഉൾപ്പെടുത്തി എന്നത് ഇതുവരെ അറിയില്ല. ഇസ്ലാമാബാദിൽ ചെന്നപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്നറിയോ? മനഃപൂർവ്വം പാകിസ്ഥാൻ അജണ്ട ഡിലേ ചെയ്യിച്ചു. അതായത് 25-ാം തീയതി തീർന്നിട്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഹോം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ 25-ാം തീയതി തിരിച്ചു വരേണ്ടതായിരുന്നു. അവർ അന്ന് അജണ്ട വൈകിപ്പോയി, അന്ന് വരാൻ കഴിഞ്ഞില്ല. 26-ാം തീയതി അവർക്ക്
അവിടെ നിൽക്കേണ്ടി വരും. 26-ാം തീയതിയാണ് ഇവിടെ ആക്രമണം നടന്നത്. അന്ന് ആഭ്യന്തര വകുപ്പിലെ ഉത്തരവാദപ്പെട്ട ഹോം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എന്താണെന്നറിയോ ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നത്? മന്ത്രി ഇടപെട്ടില്ലെങ്കിലും ഹോം സെക്രട്ടറി പറയും NSG പോ എന്ന് പറയുമായിരുന്നു. അതെ, മനസ്സിലായില്ലേ? അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇത് പാകിസ്ഥാൻ തീരുമാനിച്ചു. പാകിസ്ഥാൻ തീരുമാനിച്ചെന്നറിയോ? ആരും ആഭ്യന്തര മന്ത്രാലയത്തിൽ നവംബർ 26-ന് ഉണ്ടാവരുതെന്ന് പാകിസ്ഥാൻ്റെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അന്നേരം 26-ാം തീയതി രാവിലെ ഒരു വിചിത്രമായ സംഭവം നടന്നു. 26-ാം തീയതി രാവിലെ, അതായത് മുംബൈയിൽ വൈകിട്ടാണ് ഭീകരാക്രമണം നടക്കുന്നത്. 26-ാം തീയതി രാവിലെ ഇന്ത്യൻ സംഘത്തിനെ പാകിസ്ഥാൻ്റെ ഇൻറ്റീരിയർ മിനിസ്റ്റർ എന്ന് പറഞ്ഞ ആഭ്യന്തര മന്ത്രാലയം മന്ത്രി റഹ്മാൻ മാലിക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ വരെ വന്നാലേ നിങ്ങൾക്കൊരു ട്രീറ്റ് തരാൻ, ഒരു ആഘോഷം, നമ്മൾ സന്തോഷത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്കൊരു സൽക്കാരം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇസ്ലാമാബാദിനടുത്തുള്ള ഒരു ഹിൽ സ്റ്റേഷനുണ്ട്, മുറി എന്ന് പറയും. മുറി എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷനിലേക്ക് ഇന്ത്യൻ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരെ, അക്കൂട്ടത്തിൽ നേരത്തെ ലിസ്റ്റിലില്ലാതെ പിന്നീട് നുഴഞ്ഞു കയറിയ ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു, ഇവരെ മുറിയിലേക്ക് കൊണ്ടുപോയി. മുറിയിലെത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം എന്നറിയോ? മുറിയിൽ ആഘോഷം നടന്നു, വലിയ ട്രീറ്റൊക്കെ കൊടുത്തു. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്. ആ സമയത്ത് മുംബൈയിൽ പാകിസ്ഥാൻ വിട്ട ഭീകരവാദികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ അറിയാം, ഈ പാകിസ്ഥാൻ്റെ ഇൻറ്റീരിയർ മിനിസ്റ്ററായ റഹ്മാൻ മാലിക് നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ആളുകളെ സൽക്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കറിയാം പാകിസ്ഥാൻ വിട്ട ആളുകൾ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ വെടിവെച്ച് കൊന്നു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അയാൾക്കറിയാമായിരുന്നു. നമ്മുടെ ആളുകൾക്ക് അറിഞ്ഞില്ല. കാരണം എന്താണെന്നറിയോ? ഒരൊറ്റ ഫോൺ സന്ദേശം പോലും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലുള്ള നമ്മുടെ ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോയില്ല. കാരണം അതിന് 2 ദിവസം മുമ്പ് മുറി ഭാഗത്തെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മുഴുവൻ തകരാറിലായിരുന്നു. 2 ദിവസം മുമ്പ്. 2 ദിവസം മുമ്പേ. കൃത്യമായ പ്ലാനിങ്. ഇത് എമ്പുരാൻ സിനിമ പോലൊന്നുമല്ല, അതിനേക്കാളും വലിയ പ്ലോട്ടാണ് ഇതിനകത്ത്. അപ്പോൾ മുറിയിലേക്ക് കൊണ്ടുവന്നു, മുറിയിൽ ഇവരെ ഇവർ പാകിസ്ഥാനെല്ലാം പ്ലാൻ ചെയ്തിരുന്നു. അവരെവിടെ കൊണ്ടുപോകും, അവരവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ നിന്ന് ഒറ്റ കോൾ പോലും ഇവർക്ക് കിട്ടരുത്. ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മുഴുവൻ തകരാറ്. എങ്ങനെയുണ്ട്? അപ്പോൾ ആർക്കും ഈ ദിവസങ്ങളിൽ അവിടെ മന്ത്രി ശിവരാജ് പാട്ടീൽ ഈ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകരം ഇടപെട്ട് നമ്മളെ ബ്യൂറോക്രസി ലെവലിൽ ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർക്ക് ഇടപെടാൻ കഴിയില്ല എന്നതും അവിടെ ഉറപ്പാക്കിയിരുന്നു. ഇനി വേറെ തമാശ പറയാം. സംഭവം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഡിസംബർ 19, 2008 രാജ്യസഭ കൂടുകയാണ്. രാജ്യസഭയിൽ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഇവിടെ ഈ ഭീകരവാദികൾ വന്നിറങ്ങിയ സ്ഥലമുണ്ടല്ലോ, മത്സ്യത്തൊഴിലാളി ഗ്രാമം കോളിവാഡ പ്രദേശത്തു നിന്നുള്ള ഒരു രാജ്യസഭാ MP, ആ ഭാഗം ഉൾപ്പെടുന്ന സ്ഥലത്തെ രാജ്യസഭാ MP പറയാണ്, നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട അതല്ല, ഹേമന്ത് കർക്കരെ എന്ന് പറയുന്ന ഡൽഹി അസിസ്റ്റന്റ് കമ്മീഷണർ വെടിയേറ്റ് മരിച്ചു. അയാളെ വെടിവെച്ച് വന്നു RSS. ഇതിനിടയ്ക്ക് RSS വെടിവെച്ച് വന്നു. അതുകൊണ്ട് അതേക്കുറിച്ച് ചർച്ച ചെയ്യണം. 166 പേർ മരിച്ച സംഭവത്തെ ട്വിസ്റ്റ് ചെയ്ത് കരേക്കറിലേക്ക് വീണ്ടും കരേക്കറെ കൊന്നത് RSS ആണെന്ന്. കരേക്കറെ കൊന്നത് ഇബ്രാഹിം ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ ഭീകരവാദിയെ. അയാളാണ് തുക്കാറാം ഓംളെ കൊന്നത്. കർക്കരെ ക്വാളിസ്മാനിൽ നിന്നിറങ്ങി ഒരു ചുവന്ന കാറിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരുന്ന ഇബ്രാഹിം ഖാനെയും അജ്മൽ കസവിനെയും നേരിടുമ്പോൾ അജ്മൽ കസവ് ഒരു മിന്നായം പോലെ കാറിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ അയാളുടെ കൈക്ക് വെടിവെച്ചു ഹേമന്ത് കർക്കരയുടെ വെടിയേറ്റ് അജ്മൽ കസവിൻ്റെ കയ്യിൽ നിന്ന് തോക്ക് താഴെ പോയി. ഈ സമയത്താണ് തുക്കാറാം ഓംളെ എന്ന് പറഞ്ഞ ASI അയാളുടെ മേലേക്ക് ചാടി വീണ് അയാളെ കീഴ്പ്പെടുത്തി. ആ സമയത്ത് ഇബ്രാഹിം ഖാൻ തുക്കാറാം ഓംളെ വെടിവെച്ചു. അങ്ങോട്ട് ഓടിച്ചെന്ന ഹേമന്ത് കർക്കരയുടെ നെഞ്ചിൽ വെടിവെച്ചു. ഹേമന്ത് കർക്കരെ അന്നൊരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. UPA സർക്കാരിൻ്റെ കാലത്ത് മേടിച്ച് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാണ്. പക്ഷെ വെടിയുണ്ട് അത് തുളച്ചകത്ത് കയറി. അത്രയ്ക്ക് ക്വാളിറ്റി ഇല്ലായിരുന്നു. അതാണ് ചർച്ച ചെയ്യേണ്ടിരുന്നത്. അതിന് പകരം ഇബ്രാഹിം ഖാൻ്റെ വെടിയേറ്റ് മരിച്ച ഹേമന്ത് കർക്കരയെ RSSകാർ കൊന്നതാണ്. മലേഗാവ് സ്ഫോടന കേസിൽ ചില ആളുകളെ അറസ്റ്റ് ചെയ്തതിൻ്റെ പക വീട്ടാൻ ചെയ്തതാണെന്ന് ഈ ചർച്ചയെ വഴിതെറ്റിച്ച് വിടാൻ വീണ്ടും ശ്രമിച്ചു കോൺഗ്രസ് MP. ഏതായാലും ശിവരാജ് പാട്ടീൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവാണ്. അയാൾ ലോക്സഭാ ഇലക്ഷനിൽ തോറ്റുപോയി. തോറ്റുപോയ ആളായിരുന്നു ശിവരാജ് പാട്ടീൽ. രാജ്യസഭയിലേക്ക് അയാളെ ജയിപ്പിച്ചു. എന്നിട്ടും ആഭ്യന്തരമന്ത്രിയാക്കിയിട്ട് കോൺഗ്രസ് രാജ്യസഭയിലേക്ക് ജയിപ്പിച്ച ആളാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പിൽ
ശിവരാജ് പാട്ടീൽ തന്നെ വേണമെന്ന് കോൺഗ്രസ്സിലെ ചിലർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ലോകസഭയിൽ തോറ്റിട്ടും അയാളെ ആഭ്യന്തരമന്ത്രിയാക്കി. രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി ആയിക്കഴിഞ്ഞിട്ടാണ് രാജ്യസഭ അംഗമാവുന്നത്. മനസ്സിലായില്ലേ? അപ്പം അവിടെ ശിവരാജ് പാട്ടീൽ ഉണ്ടാവണമെന്ന് കോൺഗ്രസ്സിലെ ഉന്നതർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അവസാനം റോമ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോൾ നീറോ വീണ വായിച്ചു എന്ന് പറയുന്നത് പോലെ ആക്ഷേപങ്ങൾ ഉയർന്നിട്ട് നവംബർ 30 ഇയാൾ രാജിവെക്കേണ്ടി വന്നു. രാജിവെച്ചിട്ട് പി ചിദംബരം മന്ത്രിയായി. പി ചിദംബരം മന്ത്രിയായതിനു ശേഷം ഒരു ഡോസിയർ, ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതിനകത്ത് കുറച്ച് പേരുകളുണ്ടായിരുന്നു. ഈ പേരുകൾ ഉള്ള ഡോസിയർ ആഭ്യന്തരമന്ത്രി നിരസിച്ചു എന്ന് മാത്രമല്ല, ആ കാലത്താണ് CBI കുറിച്ച് കൂട്ടിലടച്ച തത്ത എന്നുള്ള പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് വരുന്നത്. വളരെ ആരോപണ വിധേയമായി നിൽക്കുകയാണ് CBI. അങ്ങനെയുള്ള CBIക്ക് ഈ കേസ് കൈമാറുന്നതായിട്ട് ചിദംബരം പ്രഖ്യാപിച്ചു. ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചു. അത് പാർലമെൻറ്റ് പ്രഖ്യാപിച്ചത്. അതും കഴിഞ്ഞില്ല. അതിനകത്ത് ആ ഡോസിയറിൽ ചില പേരുകളുണ്ടായിരുന്നു. ആ പേരുകളെന്ന് പറഞ്ഞാൽ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച അന്വേഷണ റിപ്പോർട്ടിൽ ചില പേരുകളുണ്ട്. പ്രതികളെന്ന് പറയുന്നത് ആരൊക്കെയാണെന്നറിയാം? അവർ ഇന്ത്യൻ ജയിലിൽ കഴിയുന്നവരാണ്. നിലവിൽ ജയിലിൽ കഴിയുന്നവരുടെ പേരുകളാണ് ഉണ്ടായിരുന്നത്. അതോടുകൂടി പാകിസ്ഥാൻ അത് ആയുധമാക്കി. കണ്ടില്ലേ, ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, അത് ഇന്ത്യയിലെ ജയിലിൽ കഴിയുന്ന ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നുള്ള നിലപാടുമായി പാകിസ്ഥാൻ വന്നു. അങ്ങനെയാണ് മുംബൈ ഭീകരാക്രമണ കേസ് ഒന്നുമാവാതെ പോയത്. അപ്പോൾ തിരക്കഥ വളരെ കൃത്യമായ തിരക്കഥ. അതിനുശേഷം ഇന്നലെ ചിദംബരത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. ഇതിൻ്റെ ക്രെഡിറ്റ് മോദിക്കൊന്നുമല്ല, ഞങ്ങൾക്കാണ്. ഞങ്ങൾ UAPA ഇട്ടതുകൊണ്ടാണ് ഇപ്പോൾ റാണയെ കിട്ടിയത്. UAPA ഇട്ടിട്ട് വർഷം എത്ര കഴിഞ്ഞു? 17 വർഷം കഴിഞ്ഞു അല്ലേ? 17 വർഷത്തിനിടയ്ക്ക് മോദി അധികാരത്തിൽ വന്നിട്ട് 11 വർഷം ആവുന്നുള്ളൂ. അതിനുശേഷം അമേരിക്കൻ കോടതി റാണയെ വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അജിത് ഡോവലും ജയശങ്കറും അടക്കമുള്ളവർ നിരന്തരം അവിടെ പോവുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് റാണയെ തിരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, കഴിഞ്ഞ 10 വർഷം മോദിക്ക് കിട്ടിയിട്ട് എന്തുകൊണ്ട് മോദി മുംബൈ ഭീകരാക്രമണ കേസിനെ കുറിച്ച് ഒരു പുനരന്വേഷണം നടത്തിയില്ല? അതിന് കാരണം ചിദംബരം ഉണ്ടാക്കി വെച്ച ആ ഡോസിയറാണ്. അതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു എന്താണ്, പാകിസ്ഥാൻ്റെ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ചിദംബരം പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നു. മോദി ഇപ്പോൾ ഒരു കല്ലറ തുറന്നിരിക്കുകയാണ്. അതായത് അടച്ചു പൂട്ടി ഇവർ കുഴിച്ചുകൂടിയിരുന്നു മുംബൈ ഭീകരാക്രമണ കേസ്. റാണ ഇന്ത്യയിൽ വന്നതോടുകൂടി റാണയിൽ നിന്ന് പുതിയ തെളിവുകൾ വരികയാണ്. സ്വാഭാവികമായും ഇത് ചെല്ലുന്നത് ഒരു സംശയവും വേണ്ട. ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യയിലെ UPA സർക്കാർ, ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാർ, പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ചാര സംഘടനയാണ് ISIയുമായി ചേർന്ന് ഇന്ത്യയിൽ BJP, RSS, ഹിന്ദു ശക്തികൾക്കെതിരെ ഹിന്ദുത്വവാദികളായ രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പാകിസ്ഥാൻ്റെ സഹായത്തോടുകൂടി ആസൂത്രണം ചെയ്ത ഒരു തിരക്കഥ അനുസരിച്ചാണ് മുംബൈ ഭീകരാക്രമണം നടന്നതെന്നുള്ള സിദ്ധാന്തം എന്ന വസ്തുത ശരിവെക്കുന്ന തെളിവുകളാണ് ഇനി പുറത്തേക്ക് വരാറുള്ളത്. അതിനാണ് നമുക്ക് കാത്തിരിക്കേണ്ടത്. അപ്പോൾ ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റത്തെ എത്തിയിട്ടുള്ളൂ. ഇത് കഥ കഥ ആരംഭിക്കുകയാണ്. ഇത് എമ്പുരാൻ സിനിമയുടെ കഥയൊന്നുമല്ല. ഇതാണ് യഥാർത്ഥത്തിൽ നടന്ന ഇന്ത്യ രാജ്യത്തെ അട്ടിമറിക്കാൻ, ഇന്ത്യയുടെ ഭരണത്തെ പോലും, ഇന്ത്യയിലെ ആളുകളുടെ ജീവനെ പോലും ബലി കഴിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളായി വളർന്നു വരാൻ സാധ്യതയുള്ള BJPയെ എക്കാലത്തേക്കും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വന്നാൽ RSS ബന്ധം ആരോപിച്ച് RSSൻ്റെ മേധാവിയെ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ, RSSനെയും BJPയെയും ഇന്ത്യയിൽ നിരോധിക്കാൻ. ഈ കാലയളവിലാണ് ഹിന്ദു ടെററിസം, കാവി ടെററിസം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കപ്പെട്ടത്. ഇതുമായൊക്കെ കോയിൻ ചെയ്തിട്ട് ഇതെല്ലാം കൂടി ചേർന്ന് ആലോചിക്കണം. അപ്പം മുംബൈ ഭീകരാക്രമണ കേസ് വീണ്ടും തുറക്കപ്പെടുകയാണ്. റാണ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഷോക്കിംഗ് ഒരു സിനിമ കഥ പോലെയുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞത് വെറുതെ അല്ല, നമ്മൾ പറഞ്ഞത് ആധികാരികമായ രേഖകൾ വെച്ച് പാർലമെൻറ്റിൽ നടത്തിയ കാര്യങ്ങൾ, പാർലമെൻറ്റിലെ ഡിബേറ്റിൽ പറഞ്ഞ ഡേറ്റുകൾ വെച്ച്, ചിദംബരം പറഞ്ഞ കാര്യം ഉൾപ്പെടെയുള്ള അതിൻ്റെ ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ കൺട്രോൾ റൂമിലുണ്ടായിരുന്ന RVS മണി എന്ന ഹോം ഡിപ്പാർട്ട്മെൻറ്റിലെ അണ്ടർ സെക്രട്ടറിയുടെ പുസ്തകത്തിലെ കോട്ടിങ്സ്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഏതായാലും റാണ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ കോൺഗ്രസ് എന്ന് പറഞ്ഞ നീചന്മാരുടെ, രാജ്യവിരുദ്ധരുടെ ഈ പാർട്ടി 2008 എന്താണ് ചെയ്തതെന്നുള്ളതിൻ്റെ പൂർണ്ണ ചിത്രം റാണയിലൂടെ വെളിവാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.